ബഹ്റൈനിലെ പ്രവാസി തൊഴിൽ നയത്തിൽ നിർണായകമായ തീരുമാനം. പ്രവാസികൾക്ക് അനുവദിക്കുന്ന വർക്ക് പെർമിറ്റുകളുടെ എണ്ണത്തിൽ ദേശീയ പരിധി നിശ്ചയിക്കണമെന്ന പാർലമെന്റ് നിർദ്ദേശം ഷൂറ കൗൺസിൽ തള്ളി. ഇത്തരം നിയന്ത്രണങ്ങൾ രാജ്യത്തിന്റെ തൊഴിൽ വിപണിയെയും നിക്ഷേപ അന്തരീക്ഷത്തെയും പ്രതികൂലമായി ബാധിക്കുമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നിർദ്ദേശം തള്ളിയത്. ബഹ്റൈനിൽ പ്രവാസികൾക്ക് അനുവദിക്കുന്ന വർക്ക് പെർമിറ്റുകളുടെ എണ്ണത്തിൽ ദേശീയ പരിധി നിശ്ചയിക്കണമെന്ന പാർലമെന്റ് നിർദ്ദേശം തള്ളി ഷൂറ കൗൺസിൽ. വർക്ക് പെർമിറ്റിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയാൽ ബഹ്റൈനിലെ തൊഴിൽ വിപണിയെ അത് നേരിട്ട് ബാധിക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നിർദ്ദേശം ഷൂറ കൗൺസിൽ തള്ളിയത്. നിയമം നടപ്പിലായാൽ ബഹ്റൈനിലെ നിക്ഷേപകരുടെ വിശ്വാസം ദുർബലപ്പെടുകയും തൊഴിലാളികൾ അനധികൃത തൊഴിലേക്ക് തിരിയുകയും ചെയ്യുമെന്നും ഷൂറ കൗൺസിൽ വിലയിരുത്തി. 2006 ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി നിയമത്തിലെ ആർട്ടിക്കിൾ 4 ഭേദഗതി ചെയ്യാനുള്ള നിർദ്ദേശമാണ് തള്ളിയിരിക്കുന്നത്. എല്ലാ മേഖലകളിലും അനുവദിക്കുന്ന പെർമിറ്റുകൾക്ക് കർശനമായ പരിധി നിശ്ചയിക്കാൻ ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റിയെ നിർബന്ധിതമാക്കുന്നതായിരുന്നു ഭേദഗതി. എന്നാൽ ഇതിന്റെ പ്രത്യാഘാതങ്ങൾ വിലയിരുത്തിയ ഷൂറ കൗൺസിൽ ഐക്യകണ്ഠമായി നിയമ ഭേദഗതി സംബന്ധിച്ച നിർദ്ദേശം തള്ളുകയായിരുന്നു. പെർമിറ്റിന് പരിധി നിശ്ചയിക്കുന്നതിലൂടെ സ്വദേശി പൗരന്മാരുടെ തൊഴിൽ വർദ്ധിപ്പിക്കുന്നതിന് കാര്യമായ പ്രയോജനമുണ്ടാകില്ലെന്ന് തൊഴിൽ മന്ത്രാലയവും വിലയിരുത്തി. ബഹ്റൈനിൽ കോട്ട അടിസ്ഥാനമാക്കിയുള്ള സംവിധാനമല്ല പ്രവർത്തിക്കുന്നതെന്നും ഓരോ വാണിജ്യ രജിസ്ട്രേഷനും ബിസിനസ് പ്രവർത്തനത്തിനും അനുസരിച്ച് ഇതിനകം പരിധികൾ നിശ്ചയിക്കുന്നുണ്ടെന്നും LMRA ചീഫ് എക്സിക്യൂട്ടീവ് നിബ്രാസ് താലിബ് വ്യക്തമാക്കി. മീഡിയ 1 ബഹ്റൈൻ.